നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ടീം ഇന്ത്യ വിജയത്തിന് തൊട്ടരികിലാണ്. ഇന്ത്യയുടെ വിജയം തടയാൻ ഇനി സാധ്യത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലങ്കയുടെ നായകൻ ധനഞ്ജയ ഡി സിൽവ പൊരുതി നിൽപ്പുണ്ട്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം. മറ്റൊന്ന് മഴ. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഏതായാലും നാളത്തെ ദിവസം ഒരു ശുഭവാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീലങ്കയുടെ വിജയം 288 റൺസ് നേടിയാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതിന് അവർക്ക് ആകെ 6 വിക്കറ്റ് കയ്യിലുള്ളൂ. അതായത് നമുക്ക് തന്നെയാണ്, നമ്മുടെ ടീം ഇന്ത്യക്ക് തന്നെയാണ് വ്യക്തമായ ആധിപത്യം ഈ ടെസ്റ്റിലുള്ളത്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന 2 ടെസ്റ്റ് പരമ്പരയുടെ ആദ്യ ടെസ്റ്റിൻ്റെ 4-ാം ദിവസത്തെ സ്റ്റംസിൻ്റെ സമയത്ത് ശ്രീലങ്ക 2-ാം ഇന്നിങ്സിൽ 372 എന്ന ടാർഗറ്റിലേക്ക് ബാറ്റ് വീശിയിട്ട് 84-4 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ക്രീസിലുള്ളത് അവരുടെ ക്യാപ്റ്റൻ ധനഞ്ജയ ഡി സിൽവ 31 റൺസുമായിട്ടും കഴിഞ്ഞ ഇന്നിങ്സിലെ സെഞ്ചുറി വീരൻ ദിനൂഷ 36 പന്തുകളിൽ 25 റൺസുമായിട്ടും ക്രീസിലുണ്ട്. അവർ പൊരുതുകയാണ്. കളിയുടെ ഒരു രത്ന ചുരുക്കം പറഞ്ഞാൽ, ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 462 റൺസ് ആദ്യ ഇന്നിങ്സിൽ അടിച്ചപ്പോൾ ശ്രീലങ്കയുടെ ആദ്യ ഇന്നിങ്സ് 284 റൺസിന് അവസാനിച്ചിരുന്നു. ഇന്ത്യയുടെ 2-ാം ഇന്നിങ്സ് ഇന്ന് ടീയുടെ സമയത്താണല്ലോ അവസാനിച്ചത്. 193 റൺസ് ഇന്ത്യ അടിച്ചു. അതോടുകൂടി ശ്രീലങ്കയുടെ മുന്നിലുള്ള വിജയലക്ഷ്യം 372 റൺസായി. ഇന്ത്യയുടെ ഇന്നിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ടീയുടെ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. ഈ 372 എന്ന ടാർഗറ്റിലേക്ക് അവർ ബാറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. കാരണം മഴ തടസ്സപ്പെടുത്തിയിരുന്നു കളി. പിന്നെ അവരുടെ ബാറ്റിംഗ് ആരംഭിച്ചു. 34 ഓവർ ഇന്ന് പന്തെറിഞ്ഞിട്ടുണ്ട്. നാളെ 100-ലധികം ഓവറുകളാണ് ഉള്ളത്. എത്ര ഓവർ എറിയാൻ പറ്റുന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ഈ 34 ഓവർ അവർക്ക് 4 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാക്കി. നമ്മുടെ ബൗളർമാർ നന്നായിട്ട് എറിഞ്ഞിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട ആൾ സുധാർ തന്നെയാണ്. ഒരു പക്ഷേ അടുത്തൊരു ഡെക്കേഡിലേക്ക് ഇന്ത്യക്ക് എക്സ്ഫാക്ടറായിട്ട് ഉപയോഗപ്പെടുത്താൻ കെൽപ്പുള്ള താരമാണ്. അത് അദ്ദേഹത്തെ ആ രൂപത്തിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. സിറാജിനും അതുപോലെ പ്രസിദ്ധിനും ഓരോ വിക്കറ്റുകളും ലഭിച്ചു. മറുപടി ബാറ്റിങ്ങിൽ ശ്രീലങ്കയ്ക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 372 അവർ പതിയാണ് തുടങ്ങിയത്. 7-ാമത്തെ ഓവർ അവസാനിക്കുമ്പോഴാണ് ആദ്യ വിക്കറ്റ് വീഴുന്നത്. മധുഷ്ക 6 റൺസുമായിട്ട് മടങ്ങി. 27 പന്തുകൾ 6 റൺസ്. മുഹമ്മദ് സിറാജാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. പിന്നാലെ സൂര്യബന്ധാര ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സൂര്യബന്ധാര ഡക്കാവുന്നു മനോജ് സുതാറിൻ്റെ പന്തിൽ LBW. പിന്നെ പുറത്തായത് കുശാൽ മെൻഡിസ് ആണ്. 12 പന്തുകളിൽ നിന്ന് 2 റൺസ്. പ്രസിദ്ധ് കൃഷ്ണയാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത്. അതിനുശേഷം ഓപ്പണർ ഉദാര മനോജ് സുതാറിൻ്റെ പന്തിൽ ധ്രുവ് ജുറൽ പിടിച്ച് പുറത്തായി. 58 പന്തിൽ നിന്ന് 16 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ 47-4 ഇന്ത്യ കൂടുതൽ വിക്കറ്റുകൾ പിഴുതെടുത്ത് ഇന്ന് തന്നെ വിജയത്തിൻ്റെ തൊട്ടരികിലേക്ക് എത്തുമെന്ന് കരുതിയെങ്കിൽ ധനഞ്ജയ ഡി സിൽവയും ദിനൂഷയും ചേർത്ത് നിന്നപ്പോൾ ആ ഒരു പ്രതീക്ഷ തെറ്റി. കൂടുതൽ വിക്കറ്റുകൾ വീണില്ല. പിന്നെ ധനഞ്ജയ ഡി സിൽവ 73 പന്തിൽ നിന്ന് 31 റൺസുമായിട്ടും ദിനൂഷ 36 പന്തിൽ നിന്ന് 25 റൺസുമായിട്ടും ക്രീസിലുണ്ട്. അങ്ങനെ ശ്രീലങ്ക 84-4 എന്ന രൂപത്തിലാണ് ഇന്ന് കളി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി സുതാർ 2 വിക്കറ്റും സിറാജും പ്രസിദ്ധും ഓരോ വിക്കറ്റുകളും വീഴ്ത്തിയിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്ക് നാളെ ജയിക്കാൻ 288 റൺസ്. അതിനു മുമ്പ് നമ്മൾ അവരുടെ 6 വിക്കറ്റുകൾ പിഴുതെടുക്കും. മഴ കളി തടസ്സപ്പെടുത്താതിരിക്കട്ടെ. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എഴുതാം.